അട്ടമല ഏറാട്ടുകുണ്ട് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണൻ, ഭാര്യ ലക്ഷ്മി എന്ന ശാന്ത, ഇളയ ആൺകുട്ടി എന്നിവരാണ് കാട്ടിൽ പോയത്. 8 മാസം ഗർഭിണിയാണ് ലക്ഷ്മി. ഇവരെ നാട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ വേണ്ടിയാണ് ഇന്നലെ വനമേഖലയിൽ പരിശോധന നടന്നത്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഇവർ എന്തിനാണ് കാട്ടിലേക്ക് പോയത്? 8 മാസം ഗർഭിണി കൂടിയാണ് അവർ. അവരുടെ കാര്യത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ ഏതെല്ലാം വഴിക്ക്, ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്? എന്തിനാണ് അവർ കാട്ടിൽ പോയത്? സൈഫു ജിൽസിദ്, ഇവർ എന്തിനാണ് കാട്ടിൽ പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം വരെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെത്തി ഇവർ ചികിത്സ തേടിയതാണ്. പ്രത്യേകമായിട്ടുള്ള സുരക്ഷയൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇവർക്ക് ചികിത്സയൊക്കെ ലഭ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം മേപ്പാടി ടൗണിലെത്തി ബാങ്കിലെത്തി പണം എടുത്തതിന് ശേഷം ആണ് ഇവരെ കാണാതാവുന്നത്. എന്തായാലും അവിടുത്തെ ഉന്നതിയിലെ മറ്റ് ആളുകൾ പറഞ്ഞതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും NDRF-ഉം SG ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്നലെ വനത്തിൽ തിരച്ചിൽ നടത്തിയത്. ഏറാട്ടുകുണ്ട് എന്ന് പറയുന്നത് അട്ടമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്നത്. അതായത് ഈ ഉന്നതിയോട് തൊട്ടടുത്താണ് വനമേഖലയുള്ളത്. ഇവർ അവിടേക്ക്, അതായത് ഈ യുവതിക്ക് ചികിത്സ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അങ്ങോട്ട് പോയത്. എന്നാൽ ഇവരുടെ താല്പര്യമാറ്റം കേട്ട ഉടനെ ഇവർ തിരിച്ച് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം 5-6 മണി വരെ ഇവർക്കായുള്ള തിരച്ചിൽ വനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ഇവര് താമസിക്കുന്നത് പാറയിടുക്കുകളിലും മറ്റുമാണ്. അവിടെ നിന്നും വസ്ത്രങ്ങളും കാൽപ്പാടുകളും ഒക്കെ തന്നെ ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരു തിരച്ചിലായിരുന്നു ഇന്നലെ നടത്തിയത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവരെ കണ്ടെത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നും കൃത്യമായി കൊണ്ടുള്ള തിരച്ചിൽ ഇവർക്കായി നടത്തും. ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, തണ്ടർബോൾട്ട് ഉണ്ട്, പോലീസ് ഉണ്ട്, ആരോഗ്യവകുപ്പ് ഉണ്ട്. അതിന് പുറമെ നാട്ടുകാരും ഇവരുടെ ഈ സംഘത്തിന്റെ കൂടെയുണ്ട്. ഈ 3 ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇന്ന് വനത്തിനുള്ളിൽ ഇവർക്കായുള്ള തിരച്ചിൽ നടത്തുക. ഇന്നെങ്കിലും ഇവരെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വനം വകുപ്പിനൊക്കെ തന്നെ ഉള്ളത്. 8 മാസം ഗർഭിണിയാണ് ലക്ഷ്മി. അതാണ് ഇതിൽ ഏറ്റവും ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വനംവകുപ്പ് ഇവർ അടുത്തെത്തുമ്പോൾ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തിനാണ് ഇവർ കാട്ടിൽ പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. യെസ് ഫൈസൽ, അപ്പൊ എന്തിനാണ് ഇവർ കാട്ടിൽ പോയതെന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. 8 മാസം ഗർഭിണി കൂടിയാണ് അവരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. 8 മാസം ഗർഭമുള്ള യുവതി ഉണ്ട്, മാത്രമല്ല ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ കാട്ടിലാണ്, എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തിനാണ് ഇവർ പോയത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ശരി, അപ്പൊ എന്തായാലും അവിടെ തെരച്ചിൽ തുടരുകയാണ്. വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ശരി.